ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് പുതിയ ഓഡിയോ സംഭാഷണങ്ങൾ, അതിന്റെ ഗുരുതരമായ സ്വഭാവത്തിലുള്ള ഓഡിയോ സംഭാഷണങ്ങൾ ഇന്നലെ പുറത്തു വരുന്ന സാഹചര്യമുണ്ടായി. ആ സംഭാഷണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഇതിൽ ശക്തമായ നിലപാടെടുത്ത ആളാണ്. പക്ഷെ രാഹുൽ ഇപ്പോഴും ഇവിടെ പലതരത്തിലും സജീവമാണ്. പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്കുൾപ്പെടെ സജീവമാണ്. എന്താണ് നിലപാട്? ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ ക്ലിയർ അല്ലേ? അത് പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാടല്ലല്ലോ. പാർട്ടി നേതൃത്വം യുനാനിമസായി ഏകകണ്ഠമായി എടുത്തൊരു തീരുമാനമാണ്. പിന്നെ നിങ്ങളിപ്പോ ഈ ചോദ്യം എന്ന് പറയുന്നത് ഒരേ കാര്യത്തിന് രണ്ടു പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റും. ഒരേ കാര്യത്തിന് ഞങ്ങൾ നടപടി എടുത്തില്ലേ? ആ നടപടി എടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ആ നടപടി എടുത്തു. ആ നടപടി ഇപ്പോ നിലനിൽക്കുകയാണ്. ഇതേ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് ആരോടാ? രണ്ട് CPM നേതാക്കന്മാര് ശബരിമലയിലെ സ്വർണ്ണക്കള്ള നടത്തിയത് ജയിലിലാണ്. മോഷണ കേസിൽ പ്രതികളാണ്. അറിയപ്പെടുന്ന രണ്ട് CPM നേതാക്കന്മാർ. ആ പാർട്ടി ഒരു നടപടി എടുത്തോ? അതാണ് ഞങ്ങളുടെ ചോദ്യം. ആ പാർട്ടി ഒരു നടപടി എടുത്തോ? മിണ്ടുന്നില്ലല്ലോ MV ഗോവിന്ദൻ, പാർട്ടി സെക്രട്ടറി. മോഷണ കേസിൽ പ്രതികളായി ജയിലിലാണ്. വെറും മോഷണമല്ല, അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയ കേസിലെ പ്രതികളായിട്ട് ജയിലിലാണ്. അവർക്കെതിരെ ഒരു നടപടി എടുത്തോ? അതിന്റെ അർത്ഥം അവരെ സംരക്ഷിക്കാൻ എപ്പോഴും അല്ലെ? കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ കൂടെ ചുമതലയുള്ള ആളല്ലേ? ജയിലിലല്ലേ നേതാക്കന്മാർ രണ്ടുപേരെയും? അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളുകളാണ് ഈ രണ്ടുപേരും. വാസു മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ്. പത്മകുമാർ പണ്ട് VS പിണറായി പോരാട്ടം നടക്കുന്ന കാലത്ത് VSന്റെ കയ്യിൽ നിന്നും പത്തനംതിട്ട ജില്ലയെ മോചിപ്പിച്ച് പിണറായിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത ആൾ എന്ന നിലയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയ ആളാണ് പത്മകുമാർ. ഈ രണ്ടുപേരും ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു, അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച മോഷണ കേസിൽ പ്രതികളായി ജയിലിൽ നിൽക്കുകയാണ്. എന്നിട്ടൊരു പാർട്ടി കുട പിടിച്ചു കൊടുക്കുക. അപ്പൊ പാർട്ടിക്ക് പങ്കുണ്ടോ? അതാണ് എന്റെ അർത്ഥം. നടപടി എടുക്കാൻ എന്തുകൊണ്ടാണ് പേടിക്കുന്നത്? അവര് പ്രധാനപ്പെട്ട CPM നേതാക്കന്മാർക്കെതിരായി മൊഴി കൊടുക്കുന്നുള്ള പേടിയാണ്. അതാണ് അല്ലെ പേടി. അതുകൊണ്ടാണ് മിണ്ടായിരിക്കുന്നത്. നിങ്ങൾ ഈ ചോദ്യം MV ഗോവിന്ദനോടും പിണറായി വിജയനോടും നിങ്ങൾ ചോദിക്കണം. എന്തുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകരൊക്കെ ചോദിക്കാത്തവരോട്? മോഷണ കേസിൽ പ്രതിയായിട്ട് രണ്ടുപേരും ജയിലിൽ. എന്നിട്ടൊരു വിഷയം വന്നപ്പോ നടപടിയെടുത്ത ഞങ്ങളോട് അതേ കാര്യത്തില് ഞങ്ങളോട് എന്തിനാ ചോദിക്കുന്നത്? ആ കാര്യം ഞങ്ങൾ ക്ലിയർ ആണ്. പക്ഷെ പാലക്കാട് ജില്ലയിൽ പല സ്ഥലത്തും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും ഒക്കെ സജീവമാണ്. കൂട്ടിയൊഴിച്ചൊക്കെ വീടുകൾക്ക് ഒന്നുകൂടെ പറയാം. അതായത് ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ വരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ച അതിലെല്ലാം രാഹുൽ സജീവമായിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥികൾക്കൊപ്പം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കൊപ്പം വീട് കയറിയുള്ള പ്രചരണമുണ്ട്. അങ്ങനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളുകൾക്ക് അത്തരത്തിൽ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയുമോ ഇല്ലയോ? ഇതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ്. അതെല്ലാം KPCC പ്രസിഡന്റിനോട് നിങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറയും. ഞാൻ സംഘടനാപരമായ കാര്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയത്തില്ല. അദ്ദേഹത്തിനെതിരായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ല. സസ്പെൻഷൻ നടപടിയാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾ KPCC പ്രസിഡന്റിനോട് ചോദിച്ചു. താങ്കൾക്ക് മറുപടി പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഏതിലെ VK ശ്രീകണ്ഠൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അദ്ദേഹം പ്രചരണത്തിന് ഉൾപ്പെടെ ഇറങ്ങുന്നത് UDFന്റെ MLA ആയതുകൊണ്ടാണെന്നാണ്. UDFന്റെ MLA ആണെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാൾ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് താങ്കൾ മറുപടി പറയും. ഈ കാര്യത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എല്ലാം പറഞ്ഞു. ഞാൻ നിങ്ങള് ആഗ്രഹിക്കുന്ന മറുപടി വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ്. പാർട്ടി നടപടി നേരിട്ട ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ചും സ്ഥാനാർത്ഥി നിർണയ ചർച്ചയ്ക്കും മറ്റു പരിപാടികൾക്കും വരാൻ കഴിയുമോ, പങ്കെടുക്കാൻ കഴിയുമോ? നിങ്ങളത് KPCC പ്രസിഡന്റ് കൂടുതൽ നടപടികൾ ഞാൻ പറയാൻ ഈ വിഷയത്തിൽ ഇനി കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ? ഞാൻ പറഞ്ഞല്ലേ, ഞാനല്ല അത് പറയേണ്ടതാണ്. KPCC പ്രസിഡന്റ് പറയുന്നത്. നഗരസഭയിൽ ഇപ്പോ ഭരണം പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം പറഞ്ഞത്. അപ്പൊ ഈ ഇത്തരത്തിലൊരു വ്യക്തിയെ മുൻനിർത്തിയിട്ട് നിങ്ങൾ വോട്ട് തേടുമ്പോൾ അതൊരു മോശം ഇമ്പാക്ട് അല്ലേ ഉണ്ടാക്കുക? കേരളം മുഴുവൻ രണ്ട് മോഷണ കേസിലെ പ്രതികളെ സംരക്ഷിച്ചുകൊണ്ട് CPM വോട്ട് തേടുന്നത്. ഞാൻ ഇതിന്റെ കാര്യത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ? നിങ്ങൾ എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? ഇപ്പോ ഞങ്ങൾ ഈ വിഷയം ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ ഞങ്ങൾ നടപടിയെടുത്തു. നിങ്ങൾ നടപടി എടുക്കാത്ത ആളുകളോട് പോയി ചോദിക്കും എന്തിനാ ഞങ്ങളോട്? എന്താ ഞാൻ ഒറ്റ ചോദ്യത്തിൽ എന്റെ മറുപടി ഒറ്റ വാചകമാണ്. ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായി 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റും.
പക്ഷെ കൂടുതൽ ബഹളമുണ്ടാക്കില്ല, അത്ര ആവശ്യം കാണിക്കില്ലേ, ബഹളമുണ്ടാക്കില്ലേ. ഞാൻ മറുപടി പറയല്ലേ, ഒറ്റ വാചകം, നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും എന്റെ ഒറ്റ വാചകത്തിലുള്ള മറുപടിയാണ്. നടപടി എടുത്ത ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായിട്ട് 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റുമോ? അത്രയേ ഉള്ളൂ. സസ്പെൻഷന്റെ മാനദണ്ഡം എങ്ങനെയാണ്? സസ്പെൻഷൻ എങ്ങനെയാണ്? അല്ലെ ഒരാൾക്ക് എങ്ങനെയാണ് പെരുമാറാൻ കഴിയുക? എല്ലാ പ്രിവിലേജോടു കൂടിയും രാഹുലുകൾ ഞങ്ങൾ നോക്കുമ്പോൾ എല്ലാ പ്രിവിലേജോടു കൂടി ഇവിടെ നടക്കുകയാണ്. സസ്പെൻഷനിലായ ഒരു കോൺഗ്രസ് ഒരു പൊതുപ്രവർത്തകൻ വീണ്ടും ഇത്രയും ഗുരുതരമായ ഒരു കേസിൽ സസ്പെൻഷൻ നേരിടുന്ന ഒരാൾ സാങ്കേതികമായി പുറത്താക്കില്ല എന്ന് പറയുന്നു. പക്ഷെ ആ ഈ സസ്പെൻഷനിലുള്ള ഒരാൾ വീണ്ടും പൊതുപ്രവർത്തന രംഗത്ത് സജീവമാകുന്നത് ഒരു നല്ല മാതൃകയാണോ? അതിപ്പം സംഘടനാപരമായി ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി നിങ്ങൾ എന്തായാലും, ഞാനിത് വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ടൈറ്റിൽ ആയിരിക്കുമല്ലോ നിങ്ങൾ കൊടുക്കുന്നത്. അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഞാൻ പറയാത്ത കാര്യമായിരിക്കുമല്ലോ കൊടുക്കുന്നത്. പുതിയ പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ പോലീസും കുറച്ചുകൂടെ നടപടികളിലേക്ക് കടക്കേണ്ടതല്ലേ? രാഹുൽ ഇനിയും പ്രചരണത്തിന് ഇറങ്ങുമോ സ്ഥാനാർത്ഥികളുടെ കൂടെ? ഞാൻ പറയില്ല, എനിക്ക് പറയാനുള്ളത് ഇക്കാര്യത്തിൽ പറഞ്ഞു. ബന്ധപ്പെട്ട് ഒരു ചോദ്യത്തിന് എനിക്ക് മറുപടിയില്ല. പിന്നെ നിങ്ങൾ ചോദിച്ചോണ്ടിരുന്നോ?